യമനിലെ ഹൂതി പ്രസ്ഥാനം ചെങ്കടലിലും എയ്ഥൻ ഉൾക്കടലിലും തങ്ങളുടെ നാവിക ഉപരോധം ശക്തിപ്പെടുത്തിക്കൊണ്ട് സൗദി അറേബ്യൻ എണ്ണക്കപ്പലുകൾക്ക് നേരെ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും വൻ യുദ്ധഭീതിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. ഗൾഫ് ഓഫ് എയ്ഥനിൽ സഞ്ചരിക്കുകയായിരുന്ന ഡെയ്സി ചെങ്കടലിലെ യാൻബു തുറമുഖത്തിന് സമീപത്ത് വച്ച് വഫ എന്നീ സൗദി എണ്ണക്കപ്പലുകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്ന് ഹൂതി സൈനിക വക്താവ് ഔദ്യോഗികമായി അവകാശപ്പെട്ടു. മേഖലയിലെ പ്രധാന ജലപാതകളിൽ സൗദിയുമായി ബന്ധപ്പെട്ട കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായി തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ സൗദി അറേബ്യൻ ഉടമസ്ഥയിലുള്ളതോ സൗദിയുമായി ബന്ധമുള്ളതോ ആയ യാതൊരു എണ്ണക്കപ്പലുകളെയും ഈ തന്ത്രപ്രധാന ജലപാതകളിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ല എന്ന കടുത്ത മുന്നറിയിപ്പാണ് ഹൂതി ഗ്രൂപ്പ് നൽകിയിട്ടുള്ളത്. ഇറാന്റെ വ്യക്തമായ രാഷ്ട്രീയ സൈനിക പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികളുടെ ഈ നീക്കം ആഗോള ഊർജ്ജ ഗതാഗതത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ചെങ്കടലിലൂടെയുള്ള സമുദ്രപാത സുരക്ഷിതമല്ല എന്ന വിലയിരുത്തൽ അന്താരാഷ്ട്ര കപ്പൽ കമ്പനികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അതിനിടെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലും പുതിയ സുരക്ഷാ ഭീഷണികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒമാൻ തീരത്തിന് സമീപത്ത് കൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു എണ്ണക്കപ്പലിന് തൊട്ടടുത്ത് രണ്ട് വൻ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി US മാർക്കറ്റൈം ട്രേഡ് ഓപ്പറേഷൻസ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ഭാഗ്യവശാൽ കപ്പലിനോ അതിലെ ജീവനക്കാർക്കോ യാതൊരുവിധ പരിക്കുകളോ നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ലെന്നും കപ്പൽ സുരക്ഷിതമായി യാത്ര തുടരുന്നുണ്ടെന്നും ഏജൻസി അറിയിച്ചു. ഒരേ സമയം എയ്തൻ ഉൾക്കടലിലും ചെങ്കടലിലും ഹോർമോസ് കടലിടുക്കിലുമുണ്ടായ ഈ സംഭവങ്ങൾ പശ്ചിമേഷ്യൻ സമുദ്ര മേഖലയിലാകെ കടുത്ത സംഘർഷാവസ്ഥയിലാണ് എന്നതിന്റെ ഒരു തെളിവാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണക്കടത്ത് പാതകളായ ചെങ്കടലും ഹോർമോസ് കടലിടുക്കും ഒരുപോലെ അശാന്തമാകുന്നത് ആഗോള എണ്ണ വിപണിയെയും വിതരണ ശൃംഖലയും ഒരുപോലെ ബാധിക്കും. US, UK തുടങ്ങിയ പാശ്ചാത്യ ശക്തികൾ മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. യാൻബു തുറമുഖത്തിന് സമീപം നടന്ന ആക്രമണം സൗദിയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും എണ്ണ കയറ്റുമതി പ്രക്രിയയ്ക്കും നേരിട്ടുള്ള വെല്ലുവിളിയാണ്. സൗദിയുടെ ചെങ്കടൽ തീരത്തുള്ള പ്രധാന എണ്ണ ശുദ്ധീകരണ കയറ്റുമതി കേന്ദ്രങ്ങളിലൊന്നാണ് യാൻബു. ഈ മേഖലയിലേക്ക് വരെ എത്തിപ്പിടിക്കാൻ തങ്ങളുടെ മിസൈലുകൾക്ക് ശേഷിയുണ്ടെന്ന് തെളിയിക്കുകയാണ് ഈ ആക്രമണങ്ങളിലൂടെ ഹൂതികൾ ലക്ഷ്യമിടുന്നത്. ഏതൻ ഉൾക്കടലിൽ ആക്രമിക്കപ്പെട്ട ഡെയ്സി എന്ന കപ്പലിന് നേരെ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളാണ് പ്രയോഗിച്ചതെന്ന് സമുദ്ര സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിക്കുന്നു. മുമ്പ് ഡ്രോണുകളും ടാങ്ക് വിരുദ്ധ മിസൈലുകളും ഉപയോഗിച്ചിരുന്ന ഹൂതികൾ ഇപ്പോൾ കൂടുതൽ ദൂരപരിധിയും വിനാശശേഷിയുള്ള കൃത്യതയാർന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിക്കുന്നത് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. സൗദി അറേബ്യയുടെ സഖ്യസേനയ്ക്കെതിരെയും ആഗോള സമുദ്ര പാതകൾക്കെതിരെയും തങ്ങൾ തുടർന്ന സൈനിക ഉപരോധം കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഹൂതി വക്താക്കൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. യമനിലെ സാമ്പത്തിക സുരക്ഷയും രാഷ്ട്രീയ ആവശ്യങ്ങളും മുൻനിർത്തി തങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കപ്പെടുന്നതുവരെ ചെങ്കടലിലെ ഉപരോധ നടപടികൾ തുടർന്നു പോകുമെന്നാണ് അവരുടെ നിലപാട്. ഹോർമോസ് കടലിടുക്കിൽ ഒമാൻ തീരത്തിന് സമീപമുണ്ടായ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഏത് ശക്തിയാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെങ്കിലും പ്രദേശം കേന്ദ്രീകരിച്ച് ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ നടത്തുന്ന നീക്കങ്ങളിലേക്ക് തന്നെയാണ് സംശയമുനകൾ നീളുന്നത്. പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുറപ്പെടുന്നത് ഈ ഇടുങ്ങിയ കടൽ മാർഗത്തിലൂടെ ആയതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു അസ്ഥിരത പോലും ആഗോള സാമ്പത്തിക മേഖലയെ ഉലയ്ക്കും. മേഖലയിലെ പ്രമുഖ വ്യാപാര കപ്പലുകൾ ഇപ്പോൾ ആഫ്രിക്കൻ വൻകര ചുറ്റിയുള്ള ദൈർഘ്യമേറിയ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് പാത തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകുകയാണ്. ഇത് കപ്പൽ ഗതാഗത ചെലവ് കുത്തിനെ കൂട്ടുന്നതിനോടൊപ്പം സാധന സാമഗ്രികൾ എത്തിച്ചേരുന്നതിൽ വൻ കാലതാമസത്തിനും ഇടയാക്കുന്നു. ഇൻഷുറൻസ് കമ്പനികൾ മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് ചുമത്തുന്ന പ്രീമിയം തുക കുത്തിനെ കൂടിയതും തിരിച്ചടിയാണ്. ഹൂതികളുടെ ഈ കടന്നാക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര സമ്മർദ്ദം രൂപപ്പെടുന്നുണ്ട്. സമുദ്രപാതകളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ US നേതൃത്വത്തിലുള്ള മൾട്ടിനാഷണൽ ടാസ്ക് ഫോഴ്സ് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഒളി ആക്രമണങ്ങളെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. യമനിലെ ഹൂതി താവളങ്ങൾക്ക് നേരെ മുമ്പ് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണങ്ങൾക്കും ഹൂതികളുടെ ആയുധശേഷിയെ തളർത്താനായില്ല എന്നാണ് പുതിയ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ചെങ്കടലിലെ നിലവിലെ സംഘർഷാവസ്ഥ പ്രാദേശിക യുദ്ധത്തിന്റെ അതിരുകൾ ലംഘിച്ച് ആഗോള വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിവെക്കുമോ എന്ന ഭീതിയും ശക്തമാണ്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന വിവിധ സായുധ ഗ്രൂപ്പുകൾ ഇസ്രായേൽ, US, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുടെ താൽപര്യങ്ങൾക്ക് നേരെ ഘടനാപരമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണങ്ങൾ കനത്ത രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യമനുമായുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയുണ്ടായ ഈ തിരിച്ചടി റിയാദിന്റെ സുരക്ഷാ നയങ്ങളിൽ
മാറ്റം വരുത്താൻ നിർബന്ധിതരാകും. തങ്ങളുടെ തന്ത്രപ്രധാന എണ്ണ സാങ്കേതികങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കാൻ സൗദി നിർബന്ധിതരായിരിക്കുകയാണ്. അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ ഈ വാർത്തകൾ പുറത്തു വന്നതോടെ താത്കാലികമായി എണ്ണവില വർദ്ധിക്കുന്ന പ്രവണത ദൃശ്യമായിട്ടുണ്ട്. ചെങ്കടലും ഹോർമോസ് കടലിടുക്കും ഒരുപോലെ അപകടകരമായ മേഖലകളായി മാറിയാൽ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുകയും അത് വൻതോതിലുള്ള പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യും. വ്യോമനാവിക പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ പാകത്തിൽ ഡ്രോണുകളും മിസൈലുകളും ഒരുമിച്ച് പ്രയോഗിക്കുന്ന തന്ത്രമാണ് ഹൂതികൾ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. സമുദ്രോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ട് ഡ്രോണുകളും ഇവർ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് സമുദ്ര സുരക്ഷാ സേനകൾക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ പ്രയാസമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ലബനിലും യമനിലും ഗാസയിലും സംഭവിക്കുന്ന സൈനിക വികാസങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ജലപാതകളിലെ സമാധാനം നിലനിൽക്കുന്നത്. നയതന്ത്ര തലത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ജീവനാഡിയായ പ്രധാന നാവിക പാതകൾ പൂർണ്ണമായും അടഞ്ഞുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാം.